മന്ത്രിയപ്പൂപ്പന് മന്ത്രിപ്പണിയും MLA പണിയും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന് ഒരു ആഗ്രഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണ് തിരുവനന്തപുരത്ത്. കാരണം ജില്ലാ സെക്രട്ടറി ആയുള്ള ഒരു ഗുണം വലിയ പദവിയാണ്. CPM-ന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയ പദവിയാണ്. ഭരണം പോയതോടെ ഇച്ചിരി അത് അല്പം ഗ്ലാനി സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ യാത്ര ഒരു കാർ കിട്ടും, ഒരു ഇന്നോവ ക്രിസ്റ്റ അതുപോലെയൊക്കെയുള്ള ആഡംബര കാറായിരിക്കും എപ്പോഴും ജില്ലാ സെക്രട്ടറിക്ക്. പിന്നെ ഓഫീസ് സ്റ്റാഫ് ഇതൊക്കെ ഉണ്ടല്ലോ. ഒരു തലസ്ഥാനത്ത് AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ ജില്ലാ സെക്രട്ടറി അത്ര മോശം കാര്യമല്ല. അപ്പോൾ ഇതിനകത്ത് വലിയ രസകരമായിട്ടുള്ളൊരു സംഭവം, ഭയങ്കര ട്വിസ്റ്റാണ്. അതായത് നിലവിൽ വർക്കല MLA V. ജോയിയാണ് ജില്ലാ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഈ ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് ഇരട്ട പദവി എന്ന് പറഞ്ഞൊരു വിഷയം. രസകരമായ കാര്യം, ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടറി അംഗം ആയപ്പോഴാണ് ജോയി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ജോയിയെ അല്ല കൊണ്ടുവരായിരുന്നത്, സുനിൽകുമാർ എന്ന് പറയുന്ന യുവനേതാവിനെയാണ് കൊണ്ടുവരുന്നത്. അതെ. അപ്പം അദ്ദേഹത്തെ ആനാവൂർ നാഗപ്പന് താല്പര്യം സുനിൽകുമാറിനെ. സുനിൽകുമാർ വളരെ നല്ല ഒരു നേതാവാണ്, വളരെ CPM-ന്റെ തന്നെ അറിയപ്പെടുന്ന ജില്ലയിലെ പ്രധാന ഭൂമിയുള്ള ഒരാൾ തന്നെയാണ് പുള്ളി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആനാവൂർ നാഗപ്പൻ പോയിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് മന്ത്രി അപ്പൂപ്പനും മുൻ മന്ത്രിക്കും കടകംപള്ളിക്കും ഒന്നും അങ്ങോട്ട് സൂചിച്ചു. കാരണം ഈ സുനിൽകുമാർ തങ്ങൾക്ക് ഭീഷണിയാവാൻ സാധ്യതയുണ്ടെന്നുള്ള തങ്ങളുടെ താളത്തിന് നിൽക്കില്ല. അങ്ങനെ വന്നപ്പോഴാണ് V. ജോയിയെ, വർക്കല MLA ആയിട്ടുള്ള V. ജോയിയെ കൊണ്ടേൽപ്പിക്കുന്നത്. മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ സപ്പോർട്ടും ജോയിക്കുണ്ട്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്തവരെല്ലാം താഴോട്ട് പോവുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ജോയിക്കും അത് തന്നെയാണ് വിഷയം വന്നിരിക്കുന്നത്. ജോയിക്ക് അന്ന് ഈ ഇരട്ട പദവി, അതായത് ഒരേ സമയം MLA-യും ഒരേ സമയം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് ശരിയല്ല എന്നൊരു ആരോപണം, ഒരു ആക്ഷേപം ഉയർന്നു. പക്ഷേ അദ്ദേഹത്തെ ശക്തമായി പിന്താങ്ങിയവരാണ് ഈ കടകംപള്ളിയും ഈ ശിവൻകുട്ടി. എന്നാൽ ഇപ്പോൾ ശിവൻകുട്ടി തോറ്റു കഴിഞ്ഞപ്പോൾ V. ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും അദ്ദേഹം V. ജോയി ഇപ്പോൾ പിന്നെ ആദ്യം പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചല്ലോ. അന്ന് സ്ഥാനം തൽക്കാലത്തേക്ക് വിട്ട് മാറി നിന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം വീണ്ടും അദ്ദേഹം അസംബ്ലി ഇലക്ഷൻ മത്സരിച്ചപ്പോൾ A. റഹീമിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനം താൽക്കാലിക ഏൽപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം വീണ്ടും ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയാണ്. തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടാണ് ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ അന്ന് ഈ ഇരട്ട പദവിയെക്കുറിച്ച് ബേജാറായിരുന്ന ശിവൻകുട്ടിയും കടകംപള്ളിയും എല്ലാം കൂടെ ഇപ്പം വന്നിരിക്കുന്നു, ഇത് പറ്റത്തില്ല, അങ്ങനെ പറ്റും, ഒരാൾക്ക് ഇരട്ട പദവി കൊടുക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് നേരത്തെ പറഞ്ഞവരാണ്. ഓർത്തോണം, ഇവർക്ക് പിന്നെ വാക്കും ചാക്കും ഒക്കെ മാറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ട്. സ്വന്തം കാര്യം വരുമ്പോൾ അത് മാറ്റി പറയാം, അഭിപ്രായം വരുമ്പോഴൊക്കെ അല്ല. സംഭവം ഇത്രയേ ഉള്ളൂ, മന്ത്രി അപ്പൂപ്പന് വേറെ പണിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് 24 മണിക്കൂറും എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഒന്നീ തട്ടേ കയറി ശുഷ്കാന്തി കാണിക്കണം, അല്ലെങ്കിൽ മേശ വരച്ചിടണം, മൈക്കടിച്ചിടണം. വളരെ ഇതായിട്ട് നിൽക്കുകയാണ്. ഇത്രയും പ്രായമൊക്കെ ആണെങ്കിൽ നല്ല യുവത്വം കാത്തു സൂക്ഷിക്കണം. സത്യത്തിൻ്റെ വെള്ളായണിയിലെ വീട് നമ്മൾ കണ്ടു, കൊട്ടാര സദൃശ്യമായ വീട്, ആ കായൽക്കരയിൽ. നമ്മളങ്ങനെ വരുന്നെങ്കിൽ വിശ്രമ ജീവിതം അവിടെ പോയി കായൽക്കരയിൽ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതി മഴ വീഴുന്നത് കണ്ടൊക്കെ ഇരിക്കാതെ. പക്ഷെ മന്ത്രി അപ്പൻ അതൊന്നും അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി. അപ്പോൾ അതിനുവേണ്ടിയുള്ള കളികളാണ് നടക്കുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പക്ഷേ ജോയി ജില്ലാ സെക്രട്ടറി ആയെന്ന് തോന്നുന്നു, തീരുമാനിച്ചു. അത് ഏറ്റെടുത്തു, അദ്ദേഹം ചാർജ് വീണ്ടും എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും സംസ്ഥാന സമിതി അംഗങ്ങൾ 4 പേര് അല്ലേ? 4 പേരുണ്ട് ഇവിടെ. ഉണ്ട്. ഈ ആനാവൂർ നാഗപ്പനും ഈ DK മുരളിയും പിന്നെ ശിവൻകുട്ടിയും പിന്നെ കടകംപള്ളി. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ശിവൻകുട്ടിക്ക് അപ്പോൾ എങ്ങനെ ജില്ലാ സെക്രട്ടറി ആകാൻ പറ്റും? അല്ല, ഇവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആർക്കണമെങ്കിലും ശിവൻകുട്ടി എല്ലാം ആയിരുന്നില്ലേ, മന്ത്രി MLA-യും പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിച്ച ഒരാളല്ലേ. മാത്രമല്ല അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. അതെ, ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഓടി നടന്ന് ജില്ലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ആളാണ്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ കൂട്ടത്തിൽ ആകെ പാർലമെന്ററി രംഗത്ത് ജയിച്ചത് V. ജോയി മാത്രമാണ്. ബാക്കി എല്ലാവരും തോറ്റു. അപ്പോൾ അദ്ദേഹത്തെ എന്ത് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തൊന്നും ഇവർക്ക് ഒഴിവാക്കാൻ പറ്റും? ഇരട്ട പദവി ഇനിയും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അല്ല, അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അദ്ദേഹം തുടരും എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം വേറെ വഴിയില്ല. കാരണം പടലം പെട്ട് കിടക്കുന്നൊരവസ്ഥയാണ്. ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട, ജോയി തുടരട്ടെ. കാരണം ജയിച്ചു വന്ന ഒരാളാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും ഉണ്ടല്ലോ. ബാക്കി എല്ലാവരും തോറ്റ് തിന്നാൻ പാടി. പിന്നെയുള്ളത് നമ്മൾ സ്റ്റീഫനാണ്, ഞങ്ങളുടെ MLA സ്റ്റീഫനാണ്. അദ്ദേഹം തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേരൊന്നും പരിഗണിച്ചിരുന്നില്ല. ജോയിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സമുദായ പ്രാതിനിധ്യം ഒരു പ്രശ്നമാണ് ജോയിക്ക്. അതൊരു അനുകൂല ഘടകമായി മാറി കാണുമായിരിക്കാം. നേരത്തെ പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സമുദായ പിൻബലവും ഒരു വലിയ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കാം. എന്താണെങ്കിലും ജോയി നേരത്തെ മുതലേ വളരെ ശക്തനായ ഒരു നേതാവാണ്, സംഘാടകനാണ്. അദ്ദേഹം വർക്കല MLA ആണെങ്കിലും അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിൽ എപ്പോഴും വളരെ സജീവ സാന്നിധ്യമാണ് പണ്ട് മുതൽ തന്നെ.
അപ്പോൾ അദ്ദേഹത്തിനോട് വാദിക്കാൻ ഒരുപക്ഷെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഈ ശിവൻകുട്ടിയും കടകംപള്ളിയും ഇവരെല്ലാം കൂടെ ഒരുമിച്ചിറങ്ങുമ്പോൾ അതിനെ വെട്ടിക്കൊണ്ട് എങ്ങനെയാണ് പിന്നെ ജോയിക്ക് ജില്ലാ സെക്രട്ടറി ആയി വീണ്ടും എത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഈ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഇവർ പുറമേ തെറി പറയുന്നുണ്ടെങ്കിലും അകമേ അവർക്ക് വെള്ളാപ്പള്ളിയോട് താല്പര്യക്കുറവൊന്നുമില്ല. കാരണം പിണറായി വിജയന്റെ വത്സല മാനസ പുത്രനാണ്, സഹോദരനാണ്, ഒരു ഏകോദര സഹോദരങ്ങളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് വെള്ളാപ്പള്ളി ഇപ്പം പറഞ്ഞാലും പിണറായി വിജയൻ കേൾക്കാതിരിക്കാൻ പിണറായി വിജയന് പറ്റത്തില്ല, പറയാതിരിക്കാൻ വെള്ളാപ്പള്ളിക്കും പറ്റത്തില്ല. എന്താണെങ്കിലും വി ജോയി തന്നെ ജില്ലാ സെക്രട്ടറി തുടരും. മാത്രമല്ല നേരത്തെ കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ്, കണ്ണൂരിൽ പി ജയരാജനെ പാവപ്പെട്ടവനെ പിന്നെ വടകര മത്സരിക്കാൻ പറഞ്ഞു. അതെ, അപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കണ്ണൂർ. തിരിച്ചു വന്നപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇല്ല. അത് എം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മത്സരിക്കാൻ ഇറങ്ങി തോറ്റു. തിരിച്ചു വന്നപ്പോൾ വീണ്ടും ജില്ലാ സെക്രട്ടറി ആയി തുടർന്നു. ചിലരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ചില കാര്യത്തിൽ. കാര്യം ഈ പ്രായപരിധി ഉണ്ടല്ലോ, അതുപോലെയാണ് എല്ലാത്തിനും ചിലർക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്, അതായത് ഒരു നിയന്ത്രണമില്ല. ചെന്താരകൻ ജയരാജൻ പിണറായി വിജയൻ വലിയ ഒരു ഭീഷണി കേരളത്തിലല്ല, കണ്ണൂരിൽ ഇപ്പോഴും അവിടുത്തെ ആൾക്കാരുടെ വീരനായകൻ ജയരാജൻ തന്നെ. അതിനകത്ത് പിണറായി വിജയനൊന്നും യാതൊരു. മാത്രമല്ല CPM സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുക എന്നുള്ളത്. അതാ ഇപ്പൊ തന്നെ മനുഷ്യനെ ചിരിക്കാത്ത ഒരാൾ ഒരു വിലമെടുത്തക്കാരൻ കയറി ഇരിക്കുന്നു എന്നുള്ളതല്ല, നേരത്തെ ഇരുന്നുള്ളതെല്ലാം നല്ല മിടുക്കന്മാരാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ജോയിക്കിട്ട് ഇവർ തന്നെ പണി വെക്കും. ജോയി അങ്ങോട്ട് ഇനി മുന്നോട്ട് ജോയ് ഫുൾ ആയിരിക്കും. ഇന്നലെ വരെ കൂടെ നിന്നവരെ കൊണ്ട് തിരിഞ്ഞ് പാർവയ്ക്കുമ്പോഴേ ഇവരെല്ലാം കൂടി ഇയാളെ തട്ടേ കയറ്റിയത്. അതായത് അവര് പൊതുശത്രുവിനെ വെട്ടാൻ വേണ്ടി തങ്ങളിൽ നിന്നൊരുത്തനെ കൊണ്ടുവന്നു. ഇപ്പൊ ഇയാൾ അവരുടെ പൊതുശത്രുവായിട്ട് മാറി. അല്ല, അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നിത്യ സംഭവമാണ് കേട്ടോ. ഈ ഒരുത്തനെ തട്ടാൻ വേണ്ടി വേറെത്തനെ കൊണ്ട് വെക്കുമ്പോൾ ഈ പണ്ട് പിണറായി വിജയനെ, ഈ മന്ത്രിയായിരുന്ന പിണറായി വിജയനെ പിടിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ആക്കാൻ VS ആണ് മുൻകൈ എടുത്തത്. അത് മറ്റു പലരെയും വെട്ടാൻ വേണ്ടിയായിരുന്നു. അത് അവസാനം കസേര കയറി ഇരുന്നപ്പം VS തന്നെ വിനയായി പിണറായി വിജയൻ മാറി. അത് രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടികളും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഒരാളെ വെട്ടാൻ വേണ്ടി വേറെ കൊണ്ടുവയ്ക്കുമ്പോൾ അവസാനം അവനടുത്ത് ബഗൻ്റെ രൂപത്തിൽ തിരിച്ചിങ്ങി വരും, കൊണ്ടുവച്ചവനെ തന്നെ പിടിക്കാൻ. അതാണ് അവസ്ഥ. എന്തായാലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസരമാണ് CPM. നമ്മുടെ ഇവരുടെ വിഷയം, EDയുടെ വിഷയത്തിൽ ഈ പറഞ്ഞ ആശാന്മാരൊക്കെ അകത്തു പോക്കാറായി നിൽക്കുകയാണ്. കൂടുതൽ ആൾക്കാരെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 300 പേരുണ്ടെന്നാണ് പറയുന്നത്. 26-30 പേരെ എങ്ങാണ്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ്. അത് വന്നു കഴിയുമ്പോൾ ചിലപ്പം ഈ പറയുന്ന ശിവൻകുട്ടി അപ്പൂപ്പനും എല്ലാവരും കൂട്ടത്തോടുകൂടി കടകംപള്ളി സുരേന്ദ്രനും അന്ന് അവിടെ ഉണ്ടാകുന്ന വി ജോയിയും എല്ലാവർക്കും പണി കിട്ടാനുള്ള സാധ്യത വളരെ അധികമുണ്ട്. അതിനിടയിലാണ് ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ചൊല്ലിയുള്ള ഈ കടിപിടി നടക്കുന്നത്.